ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് സമയം ജനലൊക്കെ തുറന്നൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ടൈമിൽ പതിവില്ലാതെ വാവയെ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളെ കുറച്ച് സമയം അവിടെ നിർത്തുന്നുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അധിക സമയമൊന്നും നിന്നില്ല. പിന്നെ ഇവിടെ കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും ചെറിയ ചൂടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാവേനെ പിന്നെ ഉറക്കിയതിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നും പതിവ് പോലെ ഇക്കാക്ക് ഇടിയപ്പം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അജ്മിയുടെ ഇടിയപ്പപ്പൊടിയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ഒരു തട്ടിൽ ഒരു നേരത്തേക്ക് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇടിയപ്പം കഴിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ജസ്റ്റ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് മാവയ്ക്ക് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ അരിപ്പൊടിയിലും കുറച്ചും കൂടി സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു പൊടി വെച്ച് ഇടിയപ്പം ഉണ്ടാക്കിയാൽ. പിന്നെ ഈ പൊടിക്ക് നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇടിയപ്പം കിട്ടും. അങ്ങനെ എല്ലാം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പത്തിരി പോലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനും എനിക്ക് അളവൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട്. അങ്ങനെ നമ്മൾ ഇനി ഇതൊക്കെ ഒന്ന് പീച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മുമ്പിവിടെ ഇടിയപ്പപ്പൊടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ബ്രാൻഡിൻ്റെ മാവാണ് കേട്ടോ മുമ്പ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് വെച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്ക് തീരെ ശരിയാവത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ മാത്രം ഞാൻ അളവൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് പീച്ചി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എണ്ണയും തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു നേരത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഇക്കാക്ക് 2 നേരത്തേക്കുണ്ട്. ഒരു തട്ട് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തലേ ദിവസം തന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, കിഴങ്ങൊക്കെ ഇട്ട്. പിന്നെ ഈ കളറൊന്നും നോക്കണ്ട, നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഈസ്റ്റേണിൻ്റെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ മേടിച്ചത്. അതുകൊണ്ട് എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ, കളർ ഒട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കറിയൊന്നും കാണാൻ പോലും ഒരു ഭംഗിയില്ല. പക്ഷേ ടേസ്റ്റ് വൈസ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ പോകുമ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടി മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലപോലെ കറിയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കിഴങ്ങൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ അപ്പുറത്ത് നമ്മളുടെ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ വാവ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെടുത്തോണ്ടായിരുന്നു കേട്ടോ ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ ഈ ഒരു ടൈമിൽ നമ്മൾ കടിഞ്ചായൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടിയപ്പത്തിനും ആവിയൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇക്കൊക്കെ പോയതിന് ശേഷം ബാക്കി ഇടിയപ്പം ഡയറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇക്കൊക്കെ രാത്രി കഴിക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വാവ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുന്തിരിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മുന്തിരിക്ക് കുരുവൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കഴുകിയിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ. അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ പകുതിയൊക്കെ കഴിച്ചിട്ട് മിച്ചം വെക്കും. ഇതാകുമ്പോൾ ഫുള്ളായിട്ട് കഴിച്ചോളും. അതുപോലെ നല്ല തേൻ മധുരമുള്ള മുന്തിരിയും കൂടി ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ വാവയ്ക്കുള്ള മുന്തിരിയൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ഒരുപാട് നേരത്താണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറിയത് ചോറൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് മേടിച്ചിട്ട് കുറച്ച് അധികം ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് ഒരു മീഡിയം സൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചോപ്പറി വെച്ച് ഒന്ന് ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായിട്ടോ ചോപ്പറൊക്കെ യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ ക്യാരറ്റ് വാവയ്ക്കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഈ ഒരു മെഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ തലേ ദിവസം തന്നെ നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് ചൂടാക്കിയാൽ മതി. അതുപോലെ ഈ ചോപ്പാണ്ട് ഒച്ച ഐസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആളി ഒച്ച കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തെ റൂമിൽ നല്ല പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനൊന്നും ആൾക്ക് പറ്റുന്നില്ല. ഭയങ്കര കരച്ചിൽ ബഹളമാണ് കേട്ടോ. ഈ രാവിലെ എല്ലാം എണീറ്റ് വരുന്നത് തന്നെ ആ ഒച്ച കേട്ട് പേടിച്ചിട്ടാണ് കേട്ടോ ആള്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ക്യാരറ്റും കൂടിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ആ ക്യാരറ്റ് ഫുള്ള് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കിടാം. അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക് കൂട്ടായിട്ട് ഐസും കിച്ചണിലുണ്ട് കേട്ടോ. ആൾ നല്ല സംസാരമൊക്കെയാണ്. അങ്ങനെ ക്യാരറ്റ് മെഴുക്കിടാൻ വേണ്ടി നമ്മൾ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളക് കുറച്ച് കൂടുതലിടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി. അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ക്യാരറ്റും കൂടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടൈമിൽ നമ്മൾ ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ നേരത്തെ തന്നെ ഊറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ക്യാരറ്റ് മെഴുക്കും കൂടി റെഡിയായാൽ മതി. ഇന്ന് ഒരുപാട് കറികളൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് മീൻകറിയും അതുപോലെ ക്യാരറ്റ് മെഴുക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ ചോറും ക്യാരറ്റ് മെഴുക്കും ഒക്കെ റെഡിയായി. അങ്ങനെ ഇക്ക വരുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ മീൻകറിയും കൂടിയൊക്കെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. എത്തവണ നമ്മൾ മീൻകറി കാണാനും വലിയ ഭംഗിയൊന്നുമില്ല. മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുളക് പൊടിക്ക് തീരെ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഈ ഒരു കളറിൽ കാണുന്നത്. സത്യത്തിൽ നേരിട്ട് ഇത്രയും പോലും കളറില്ല കേട്ടോ കറിക്ക്. അപ്പോൾ ഇത് വറ്റക്കറിയായിരുന്നു, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വാവേനെയും കുളിപ്പിച്ചു. അതുപോലെ തന്നെ ഞാനും കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ ആളുടെ മുടിയൊക്കെ ഭയങ്കര അലമ്പായിട്ടുണ്ടായിരുന്നു. എത്ര ചീകി കൊടുത്താലും ഇരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം പോയി മുടിയൊക്കെ ആളുടെ ഒന്ന് വെട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇക്ക വരാനുള്ള സമയമായിട്ടോ, ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇന്നിക്ക വന്നത് ഒരു 1:10 ആയപ്പോഴാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ തുണിയും കൂടിയൊക്കെ കഴുകാനിട്ടായിരുന്നു. അപ്പം മിക്കവാറും നമ്മൾ വ്യാഴാഴ്ച ദിവസമായിരിക്കും തുണിയൊക്കെ കഴുകാറ്. അങ്ങനെ വാവയായിട്ട് പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. മിക്ക ദിവസം പണിയൊക്കെ നേരത്തെ തീരുന്ന ദിവസം ഇതുപോലെ ആളുമായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഇക്കായും വന്നിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ വേറെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന സ്പ്രേ ഇതാണ് കേട്ടോ. ഇത് ഹോം സ്പ്രേ ഉണ്ട്, അല്ലാത്ത സ്പ്രേയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി മണമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ പുറത്തുനിന്നും ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തും റോഡ് പണി നടക്കുവാണ്. അപ്പോൾ ആ ഒരു ഒച്ചയുണ്ട്. തൊട്ടപ്പുറം റൂമിൻ്റെ പണി നടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒച്ചയുണ്ട്. മൊത്തത്തിൽ നല്ല ഒച്ചയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ചായയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ബൂസ്റ്റും കൂടിയൊക്കെ ഇട്ട ചായയാണ് കേട്ടോ. പിന്നെ ഈവനിങ് ടൈമിൽ നമ്മൾ വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ ബ്രോസ്റ്റഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രോസ്റ്റഡ് കഴിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ മയോണൈസും അതുപോലെ ടൊമാറ്റോ സോസും എല്ലാം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ എപ്പോഴും മേടിക്കുന്ന കടയിൽ നിന്നല്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല കുഞ്ഞു കോഴി പൊരിച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കൂടുതലും മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസത്തേക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇക്കയ്ക്ക് സ്പൈസി ആയിരുന്നു, അതുപോലെ എനിക്ക് നോർമലായിരുന്നു. പിന്നെ വാവയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് നോർമലാണ് കൊടുത്തത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല ഫ്രഷ് ചിക്കനൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മിറിൻഡായും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതിനു ശേഷം പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് തന്നെ. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടതിനെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ.